എന്താണ് ഈ അല്പം മുൻപ് സംഭവിച്ചത്? അതായത് പ്രശാന്തിന് നേരെ അസഭ്യം പറയുകയാണോ ചെയ്തത്? അല്ല, ഈ ചർച്ചയിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പാലക്കാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് പാലക്കാട് മെഡിക്കൽ കോളേജ് വിഷയത്തിൽ യാതൊരുവിധ തരത്തിലുള്ള മറുപടിയും ഇല്ലാത്ത സമയത്ത് ആ സമയത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് പ്രവർത്തകർ അപ്പുറത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളും തെറിവിളിയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എനിക്ക് നേരെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അവർ നേരെ ഈ ഇത്തരത്തിലുള്ള തെറി വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കാണികൾക്ക് നേരെ, ഇവിടെ കേട്ടിരിക്കുന്ന ഓഡിയൻസിന് നേരെ ഇത്തരത്തിൽ പൂർണ്ണമായും ഈ ചർച്ചയെ അലങ്കോലമാക്കണം എന്ന് 100% മുൻവിധിയോടുകൂടിയാണ് അവർ ഇത്തരത്തിൽ ചെയ്തത്. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം പരാജയ ഭീതി ഉൾക്കൊണ്ട കോൺഗ്രസ് ഇനിയുള്ള 2 ദിവസവും ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ പാലക്കാട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ഭ്രാന്തിളകിയ പേപ്പട്ടിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ തെറി വിളിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരിലത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ ആൾ പോലും പാലക്കാട്ടിലത്തെ ആളുകളല്ല. പുറമേ നിന്ന് ഇത്തരത്തിൽ സംഘടിച്ചെത്തി ഇതുപോലെ ഇത്തരത്തിലുള്ള ചർച്ചയെ അലങ്കോലമാക്കുന്നത് ഇത് വെറും സാമ്പിൾ മാത്രമാണ്. ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഇനിയും ഇതുപോലുള്ള കലാപരിപാടികൾ ഇവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ ചിലവാകാൻ പോകുന്നില്ല. കാരണം പാലക്കാട്ടെ ജനങ്ങൾ ചോദിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ എന്നു മുതൽ ചികിത്സ ആരംഭിക്കും, അവിടെ ഒരു പ്രസവം എപ്പോൾ നടത്താൻ പറ്റും തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MLA മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നു. അത് മറുപടി നൽകാൻ പറ്റാത്തതിലാണ് കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ നടത്തുന്നത്. ഇതൊക്കെ കേവലം ഒരു പുച്ഛത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഇനി ഇവർക്ക് കായികപരമായിട്ടാണ് നേരിടേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഇവർ പറയുന്ന ആളുകൾ എവിടെയാണ് ഒരു മൈതാനത്ത് നിന്ന് പരസ്പരം ഗുസ്തി പിടിക്കുകയാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ നേരിടാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. കാരണം പാലക്കാട് ഇത്തരത്തിലുള്ള കുറച്ച് പാൽക്കുപ്പി പിള്ളേർ വന്നുകൊണ്ട് ഇവിടെ ചർച്ചയെ അലങ്കോലപ്പെടുത്തിയിട്ട് അവർ വലിയ ജയിച്ച ഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ ഇവർക്കാർക്കും സമയമില്ല. ഇവർക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ സംഘർഷം ഉണ്ടാക്കണം. അതിനുവേണ്ടി മാത്രമാണ് അവർ ഈ ചർച്ചയെ ഇവിടെ ബോധപൂർവ്വം അലങ്കോലപ്പെടുത്തിയത്. ഈ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ നാളെ പരസ്യ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് വലിയ പരാജയ ഭീതി അവർക്കുള്ളിലുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയാണ് അവർ ഈ ജനണ്ടിയുടെ ജനസഭയിൽ വന്ന് പ്രകടമാക്കിയത് എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പരിപാടി മുഴുവൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടകരയിൽ നിന്നും മലപ്പുറത്തുനിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്നുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ പാലക്കാട്ടുകാരുടെ മുഖമൊന്നും ഞാൻ കണ്ടില്ല. സ്ഥിരമായിട്ട് ചർച്ചകളിൽ വരുന്ന പാലക്കാട്ട് നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്. അവരാരും ചർച്ചയിലില്ല. എന്താണ്, ഇവർ വളരെ പ്ലാൻഡാണ്. ഇവർ കുറേ പുറമേ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് കുറേ സംഘർഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയണ്ട. അപ്പോൾ ഇവർക്ക് വാക്കുകൊണ്ട് ജയിക്കാൻ സാധിക്കുന്നില്ല, ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ വഴി ഇവരുടെ മുമ്പിലുള്ളൂ. പക്ഷേ ഇതൊന്നും പാലക്കാട് വിലപ്പോവില്ല. കാരണം ഇതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിപ്പിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അതൊക്കെ പാലക്കാട് ജനങ്ങൾ പുച്ഛിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അസഭ്യം പറഞ്ഞു പറയുന്ന ഈ പെൺകുട്ടിയെ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? KSUവിൻ്റെ പ്രവർത്തകയാണെന്നാണ് പറയുന്നത്. അല്ല, ഞാനതാണ് ഈ കുട്ടി പാലക്കാട് നഗരത്തിൽ ഞാൻ കണ്ടിരുന്നില്ല. ഈ കുട്ടി കഴിഞ്ഞ ചർച്ചയിലും പോയിട്ട് എന്തൊക്കെയോ അവിടെ അലമ്പുണ്ടാക്കി എന്നൊക്കെ ഇതിന് തൊട്ടുമുന്ന ചർച്ചയിൽ ഇവിടെ പറയുന്നു കേട്ടു. എന്നാൽ പിന്നെ അവർക്ക് എന്താണ് പറയാനുള്ളത്? ഇവർ കുറേ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അവരൊരു ചോദ്യം ചോദിച്ചോട്ടെ, മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അവർക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ചോദ്യത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. ഈ വളരെ രസകരമായ സംഭവം, പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് മോഡി അല്ലെന്ന് ചോദിച്ചത് കോൺഗ്രസ് പ്രതിനിധിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഈ ചർച്ച ജനങ്ങളെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, അതിനെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ചാനലിൽ പറയാൻ പറ്റില്ല, ഒരു വിഡ്ഢിവേഷം കെട്ടുന്ന രീതിയിൽ ഒരു ബഫൂണിനെ പോലെ ഇവിടെ നിന്ന് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം വന്ന സമയത്ത് അവർക്ക് ഈ ചർച്ചയെ ഏത് വിധേനയും നിർത്തിപ്പിക്കണം. അപ്പോൾ അതിന് കണ്ടെത്തി അവർ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഗിമ്മിക്കാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. അനിൽ നമ്പ്യാർ, അതായത് പ്രശാന്ത് പറയുന്ന പ്രകാരം ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും പുറത്തു നിന്ന് വന്ന ആളുകളാണെന്നാണ് പറയുന്നത്. ബോധപൂർവം തന്നെ ഇവിടെയുള്ളവർക്ക് പിന്നെ അറിയില്ല. ഇപ്പൊ പ്രശാന്തിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ KSUവിന്റെ പ്രവർത്തകരെയൊക്കെ അറിയാലോ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ പാലക്കാട്. എനിക്ക് തോന്നുന്നു 15-ാം തീയതി മുതലാണെന്ന് തോന്നുന്നുണ്ട് ആദ്യത്തെ ചർച്ചകൾ പാലക്കാട് ഓരോ ചാനലുകൾ നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ 15-ാം തീയതി മുതൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ പല കോൺഗ്രസ്സുകാരും പല ചർച്ചകളിൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ വ്യക്തമായ മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, ജനസഭയെ അലങ്കോലപ്പെടുത്തണം. അതുമാത്രമായിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് ആ ഒരു പ്ലാൻ ചെയ്ത ആ ഒരു സംഭവം ഇല്ലെങ്കിൽ കഴിഞ്ഞ നിങ്ങൾ
കുറച്ച് ദിവസമായിട്ട് പാലക്കാട്ടത്തെ ചർച്ചകളെല്ലാം എടുത്തോളൂ. സ്ഥിരമായ എല്ലാ ചർച്ചകളിലും വരുന്ന കോൺഗ്രസിൻ്റെ ഒറ്റ ആളും ഇന്നില്ല. കോൺഗ്രസ് പ്രതിനിധികൾ ആരുമില്ല ഇന്നത്തെ ചർച്ചയിൽ, ഈ വേദിയിൽ ആരുമില്ല. കാരണം അവർക്ക് ഇവിടെ വന്നു വെച്ചാൽ അവരുടെ മുമ്പിൽ ഈ നാടകം പേർക്ക് കാണിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ എത്ര തന്നെ മടച്ചു വെച്ചാലും മൂടി വെച്ചാലും പാലക്കാട്ടെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞു തന്നെയാവും. ഇതിനൊക്കെയുള്ള മറുപടി 20-ാം തീയതി ജനങ്ങൾ തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.